യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാനിയൻ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ടെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈകിപ്പോയെന്നും യുദ്ധം തുടരാനാണ് അമേരിക്ക ഇപ്പോൾ താൽപര്യപ്പെടുന്നത് എന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഈ അവകാശവാദം ഇറാൻ തള്ളി. അതിനിടെ ഇറാനെതിരായ ട്രംപിന്റെ സൈനിക നടപടികൾക്ക് തടയിടാനുള്ള പ്രമേയം US ജനപ്രതിനിധി സഭ തള്ളി. ആക്രമണ ഭീഷണി നേരിട്ട് ശ്രീലങ്കൻ സമുദ്ര അതിർത്തിയിലേക്ക് എത്തിയ ഇറാന്റെ രണ്ടാമത്തെ കപ്പലിനെ സുരക്ഷിതമായി ശ്രീലങ്കൻ നാവികസേന ഏറ്റെടുത്തു. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1230 ബഹ്റൈനിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണമുണ്ടായി. സൗദിക്ക് നേരെയും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. പ്രിൻസ് സുൽത്താൻ എയർബേസിൽ നേരെ വന്ന 3 മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർത്തതായാണ് സൗദി അറിയിച്ചത്. യൂറോപ്യൻ യൂണിയൻ GCC രാജ്യങ്ങളുടെ യോഗത്തിൽ സമാധാനത്തിനും ഐക്യത്തിനും UAE ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. മധു, പ്രമേയം ഇന്നലെ സെനറ്റ് തള്ളിയതാണിന്ന് US ജനപ്രതിനിധി സഭ കൂടി തള്ളുകയാണ്. ട്രംപിന് പൂർണ്ണമായും ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണോ വിലയിരുത്തപ്പെടേണ്ടത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ദിൽനാം. ഡൊണാൾഡ് ട്രംപിന് ഈ അമേരിക്കൻ സൈന്യത്തെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാനുള്ള അധികാരങ്ങൾക്ക് കടിഞ്ഞാണിടുവാൻ ഡെമോക്രാറ്റുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രമിക്കുന്ന മറ്റൊരു പ്രമേയമാണ് ഇപ്പോൾ US കോൺഗ്രസിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. 212-നെതിരെ 219 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളപ്പെട്ടത്. ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സഭയിൽ ഈ പ്രമേയം പരാജയപ്പെടുമെന്ന് വളരെ നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇതിൽ അത്ഭുതങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഇറാനെതിരെ US ആരംഭിച്ച സൈനിക ആക്രമണങ്ങൾ US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ തുടരാനാവില്ല എന്നായിരുന്നു ഈ പ്രമേയത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. അതുപോലെ ഭരണഘടന അനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം US കോൺഗ്രസിനാണെന്ന് ഡെമോക്രാറ്റുകൾ വാദിച്ചു. പക്ഷേ രാജ്യസുരക്ഷ മുൻനിർത്തി US പ്രസിഡന്റിന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ അധികാരമുണ്ടെന്നാണ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഇന്ന് ക്യാപിറ്റോൾ ഹില്ലിൽ തിരിച്ചടിച്ചത്. ഇതിനോടൊപ്പം തന്നെ ലോകത്ത് ഭീകരവാദത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഇറാൻ എന്ന് സ്ഥിരീകരിക്കുന്ന മറ്റൊരു റെസൊല്യൂഷൻ കൂടി ഇന്ന് US കോൺഗ്രസ് പാസ്സാക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒരു പ്രമേയം, അതായത് ട്രംപിന്റെ അധികാരങ്ങൾക്ക് കടിഞ്ഞാണിടുവാനും യുദ്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുമുള്ള ഒരു പ്രമേയം US സെനറ്റും കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഒരു രാജാവല്ല. ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയുടെ താല്പര്യത്തിന് എതിരാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അത് US കോൺഗ്രസിന്റെ മുന്നിൽ വന്ന് തെളിയിക്കണമെന്ന് ഹൗസിൽ ഈ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് അംഗം ഗ്രിഗറി മിക്സ് വാദിക്കുകയുണ്ടായി. ഈ ഹൗസിലും സെനറ്റിലും വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളത്. ഇറാനുമായിട്ടുള്ള ഈ സംഘർഷത്തെ അതൊരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമല്ല, അല്ലെങ്കിൽ മറിച്ച് വിദേശ രാജ്യങ്ങൾ അല്ല, അമേരിക്കയോട് വളരെ നാളായിട്ട് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ഒരു അന്ത്യമായിട്ട് കാണുന്നതെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി വാദിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട സൈനിക നീക്കം ഇറാനിൽ ഭരണമാറ്റത്തിനുള്ള വലിയൊരു അവസരമാണെന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുതിർന്ന അംഗങ്ങൾ വാദിക്കുന്നുണ്ട്. അവർ പറയുന്നു ഇത് ഇറാനിൽ ഒരു അധികാര ശൂന്യതയ്ക്ക് വഴിതെളിക്കും, പക്ഷേ അതിനനുസരിച്ച് നീങ്ങണമെന്നുള്ള ചില മുന്നറിയിപ്പും ഇതുപോലെ മറ്റു മുതിർന്ന നേതാക്കളും നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ സംഭവിച്ചത്, അതായത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ റെസൊല്യൂഷൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. 2 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഡെമോക്രാറ്റുകളോടൊപ്പം ചേർന്ന് ഈ വാർ പവേഴ്സ് റെസൊല്യൂഷനെ അനുകൂലിച്ചപ്പോൾ 4 ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന്, അല്ലെങ്കിൽ ട്രംപ് നടത്തിയ നടപടിയോട് ചേർന്നെന്ന് വേണമെങ്കിൽ പറയാം, പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. ഇന്ന് പാസ്സായി ഒരു നിയമമായി പിന്നീട് സെനറ്റിൽ വന്ന് മാറിയിരുന്നെങ്കിൽ US കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുവാനുള്ള ട്രംപിന്റെ അധികാരം ഒരു വീറ്റോയിലൂടെ ഒരുപക്ഷെ തടയുമായിരുന്നു. മധു, ഒരു കാര്യം കൂടെ, ഇപ്പോ ഈ ഇറാനിൽ ഭരണമാറ്റം എന്ന് പറയുമ്പോഴും ആ ഭരണമാറ്റത്തിൽ മുജ്തബ ഖമനയി ആയിരിക്കും ഭരണത്തിലേക്ക് വരാൻ ഒരു സാധ്യത. പക്ഷെ താൻ അത് ഒട്ടും സ്വീകരിക്കുന്നില്ല. അമേരിക്കയ്ക്ക് അത് സ്വീകാര്യമല്ല. മാത്രവുമല്ല, തന്റെ വ്യക്തിപരമായ ഇടപെടലിൽ കൂടി മാത്രമേ അത്തരം ഒരു ഭരണമാറ്റം ഇറാനിൽ സാധ്യമാകൂ എന്ന് കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, ട്രംപിന്റെ ഈ പ്രസ്താവന ഇന്ന് പകൽ ഒരു 10 മണിയോട് കൂടിയാണ് വരുന്നത്. അതായത് അമേരിക്കയുടെ മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ടോ യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു സൈനിക ഇടപെടലിനോ ശേഷം പോകുമ്പോൾ പിന്നീട് വരുന്ന ഭരണം കൂടുതൽ തലവേദനയായിട്ട് വരുന്നത് കണ്ടുകൊണ്ട് അതൊരു വ്യക്തിപരമായിട്ടായിരിക്കത്തില്ല, US പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അതിനകത്ത് പങ്കാളിത്തം വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തന്നെയുമല്ല, നേരത്തെ കൃഷ്ണ ഈ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ ഇറാൻ പരസ്യമായി
ഇറാനുമായിട്ട് ഒരു രീതിയിലും അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയ്ക്കില്ല എന്ന് പറയുമ്പോഴും രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് CIA മറ്റൊരു രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സംഘടന വഴി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള ഒരു വിവരം നൽകിയതായിട്ട് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഈ CIA ലഭിച്ച ഒരു വിവരമായിരിക്കാം അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൃഷ്ണ. ശരി, അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.